ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിമിഷ പ്രസാദ്, വൈസ്മൻ ഈസ്റ്റ് കോസ്റ്റ് ഫുജറ ഫാമിലിയിലെ ഒരു മെമ്പറാണ്. ഞാൻ ഇന്ന് ഞങ്ങളുടെ ചാനലിന് വേണ്ടി ഒരു വിഭവമാണ് ഉണ്ടാക്കുന്നത്. അത് ചിക്കൻ വെച്ചുള്ളതാണ്, ചിക്കൻ കൊമ്പത്ത്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കമൻസ് ഞങ്ങളെ തീർച്ചയായും എഴുതി അറിയിക്കുക. നമ്മുടെ ചിക്കൻ കൊമ്പത്തിന് ആവശ്യമായ സാധനങ്ങൾ: 30 ചെറിയുള്ളി, 2 സവോള, 4 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 5 വെളുത്തുള്ളി, കുറച്ച് വേപ്പില. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള സാധനങ്ങളാണിത്. ഇനി ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെറിയുള്ളി മിക്സിയിൽ ഒന്ന് ഇട്ടിട്ട് ചതച്ചെടുക്കുക. അത് കുറച്ചൊരു ടേസ്റ്റ് കൂടും നമ്മുടെ കറിക്ക്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഞാനിതിവിടെ ചതച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ നോക്കാം. മസാലയ്ക്ക് ഞാൻ 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി മിക്സാണ് എടുത്തിരിക്കുന്നത്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ നമ്മുടെ കുരുമുളക് പൊടി, പിന്നെ 3 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മളിതിന് ഉപയോഗിക്കാൻ പോണത്. അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ ഞാൻ ചട്ടിയിലേക്ക് ഒഴിക്കുകയാണ്. അതിലേക്ക് കടുകും വറ്റൽമുളകും ഇടണം. കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കുക. അത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക കുറച്ച് നേരം, പച്ചമുളകൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അത് കഴിയുമ്പോൾ നമ്മൾ ചതച്ച് വെച്ച ഉള്ളി ഇങ്ങനെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതും ഒന്ന് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് സവോള, നമ്മൾ അരിഞ്ഞു വെച്ച സവോള ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായി അതിലേക്ക് വേപ്പിലയും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു ട്രാൻസ്പാരൻറ്റ് കളറൊക്കെ ആകുമ്പം അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. എന്നിട്ട് നന്നായി ഇതൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മുടെ മസാലപ്പൊടികൾ നമുക്കെല്ലാം ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി. ഇതെല്ലാം നമ്മൾ എടുത്തു വെച്ച സെയിം ക്വാണ്ടിറ്റി തന്നെ ഇട്ട് കൊടുക്കുക. നന്നായി വഴറ്റിയതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ 2 ഏലക്കായ ചതച്ചിട്ട് കൊടുക്കാം നല്ലൊരു മണത്തിന്. പിന്നെ കുറച്ച് ജീരകപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതും ഞാൻ പറഞ്ഞ പോലെ ഓപ്ഷണലാണ്. ജീരകപ്പൊടി ഇടുകയാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഇനി ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു 900 to 1 kg അടുത്ത് ഒരു ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ അതിൽ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി മസാല ഇട്ട് നന്നായി ഒന്ന് ഇളക്കി വെച്ച് അടച്ചു വെച്ച് വേവിക്കുകയാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഒരു 10 മിനിറ്റോളം നമുക്കിതിങ്ങനെ വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കുക. അപ്പോൾ എണ്ണയൊക്കെ ചെറുതായി തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടി ഇളക്കി അടച്ച് വയ്ക്കുകയാണ് നമ്മൾ, കുറച്ചും കൂടി ഒന്ന് വേവാൻ വേണ്ടിയിട്ട്. നമുക്ക് തുറക്കുമ്പോൾ തന്നെ അറിയാം നല്ല മണവും ഇപ്പം നന്നായി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഇതിൽ ഇവിടെ നിർത്തുവാണ്. കാര്യം നമുക്ക് കുറച്ച് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഇത്തിരി ഗ്രേവി ആയിട്ട് വേണ്ടതുകൊണ്ട്. അല്ല, നിങ്ങൾക്ക് നല്ല ഡ്രൈ ഫ്രൈ ആയിട്ട് വേണമെങ്കിൽ ഒന്നും കൂടിയും വഴറ്റിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കൊമ്പത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻസ് തീർച്ചയായും ഞങ്ങളെ എഴുതി അറിയിക്കേണ്ടതാണ്.